ഹായ് ഓൾ. ഇന്ന് ഡിസംബർ 20 വെള്ളിയാഴ്ച. ഒരു പുതിയ തുടക്കം, നമ്മള് മാറ്റത്തിന്റെ ഒരു തുടക്കം. അതെ അതെ, ലൈഫ് എങ്ങനെയാണ് മുമ്പോട്ടാണ് അങ്ങനെ പോട്. അന്ന് മുമ്പിൽ ഇന്ന് മുമ്പിൽ. അപ്പൊ അത് സ്വലാടപ്പ പറഞ്ഞത് അടുക്കടുക്ക്. ഇത് പുതിയൊരു പോഡ്കാസ്റ്റ് ആണ്. നെയിം ഇതുവരെ നമ്മൾ തീരുമാനിച്ചിട്ടില്ല. ചായ് പോഡ്കാസ്റ്റ് എന്നാണ് വിചാരിക്കുന്നത്. ചിലപ്പം ചായ് പോഡ്കാസ്റ്റ്. അപ്പൊ ഇതിൽ ഞങ്ങൾ എന്താണ് ഇതിൽ ഓഫർ ചെയ്യുന്നുള്ളതെന്ന് വെച്ചാൽ അല്ല നമ്മളാദ്യം നമ്മളെ പരിചയപ്പെടുത്തണം. ഒന്നുമില്ല. ഓക്കെ, വി ആർ കണ്ടിന്യൂയിങ്. നമ്മളെ പരിചയപ്പെടുത്താം. മെയിൻ ഹോസ്റ്റ് ഷാമിൽ സലീം. ഷാമിൽ സലീം. അപ്പൊ എന്താണ് ഇപ്പൊ ചെയ്യുന്നത്? ഞാനിപ്പം ഒരു ഡിഗ്രി വിദ്യാർത്ഥിയാണ്. ഏതാണ് ഡിഗ്രി? അതെടുത്ത് ഫിസിക്സ്. ഏത് കോളേജ്? അത് പറയണ്ട. അത് പറഞ്ഞോ. അത് നമ്മള് ഒന്ന് ഫേമസ് ആയിട്ട് പറയാം. പ്ലസ് എന്റെ പേര് മുഹമ്മദ് ഇഷാം ജി കെ. ഞാൻ ഇപ്പൊ റിപ്പീറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ അതാണ് പരിപാടി. എന്റെ പേര് മുഹമ്മദ് ഇഷാം ജി കെ. ഞാനും ഡിഗ്രി സെക്കൻഡ് ഇയർ. പേര് പറയും. ഡിഗ്രി എന്താ? ഫിസിക്സ്. ഓക്കെ. അപ്പൊ നമുക്ക് നമ്മളെ പോഡ്കാസ്റ്റിന്റെ ലക്ഷ്യങ്ങളിൽ ഒന്നാണ് നോ ബോഡി ഷേമിങ്, അങ്ങനത്തെ കാര്യങ്ങൾ. ഞങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ പോലും ഇത് ഭയങ്കര രീതിയിൽ പാലിക്കേണ്ടത്. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയാറില്ല. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഞങ്ങൾ ബാക്കിയിൽ നിന്ന് ഡിഫറെന്റ് ആവാനുള്ള കാരണം വെച്ചാൽ ഞങ്ങളൊരു റിയലിസ്റ്റിക് പോഡ്കാസ്റ്റ് ആണ്. ചിലപ്പോൾ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്ത് ചെയ്യാം, പട്ടിയുടെ ശബ്ദം അല്ലെങ്കിൽ ഞങ്ങളുടെ അഭിപ്രായത്തിൽ ഈ കൂട്ടത്തിൽ ഇവിടെയുള്ള ഈ ജൻസി പിള്ളേർ തന്നെ ഏറ്റവും അന്തമുള്ള കൂട്ടം നമ്മളാണ്. ഈ കൂളിമാട് ഗ്രാമം കേരളത്തിൽ ആദ്യത്തെ പുകവലി വിരുദ്ധ വിമുക്ത ജില്ലയാണ്, ഗ്രാമമാണ്. അപ്പൊ അവിടെ തന്നെ ഏറ്റവും കൂടുതൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കാൻ കഴിവുള്ളതും ഞങ്ങളാണ്. അപ്പൊ ഞങ്ങൾ മുൻപോട്ട് ഇറങ്ങാറില്ല. ഇവിടെ ഒരു യൂട്യൂബർ ഇല്ല, അതറിയോ? ഈ മാവൂര് പ്രദേശത്ത് പോലും നല്ല യൂട്യൂബർ ഇല്ല. എന്തോ അറിയില്ല, പക്ഷേ ആ യൂട്യൂബർ അല്ല, അതൊരു നടനാണ്. ഇത്രയും അപ്പത്തിന് ഈ 2.5 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് അറിയാം ഹോസ്റ്റിന്റെ നിലവാരം സംസാരത്തിലൂടെ നിങ്ങൾക്ക് ആക്കാൻ. ഓക്കെ, അപ്പൊ നമുക്ക് ഒരു ടോപ്പിക് ഇടാം. എന്താണ് ടോപ്പിക്? ട്രെൻഡിങ് ആയിട്ടുള്ള ടോപ്പിക് എന്താണ്? ഇപ്പത്തെ ട്രെൻഡിങ് എന്തായാലേ മാനായിട്ട് എന്ത് പറയും? ഞാൻ പറയാം. MS സൊല്യൂഷന്റെ പേപ്പർ ചോർത്തൽ. +1 മാത്സിന്റെ പേപ്പർ ചോർന്നു എന്ന് പറയപ്പെടുന്നു. അതോ ചോർന്നു? 10th അല്ല, +1 ക്രൈം ബ്രാഞ്ച് അത് സ്ഥിരീകരിച്ചു എന്ന് പറയപ്പെടുന്നു. അതെ. പക്ഷെ ഞാനൊരു കാര്യം പറയാം. ഞാനൊരു 4 ദിവസം മുമ്പാണ് ഈ വീഡിയോ കണ്ടത്. ഇന്നും സെർച്ച് ചെയ്ത പാകണ്ട്. അപ്പൊ അതിൽ അവൻ ഭയങ്കര കരഞ്ഞാട്ട് അവൻ പറയുന്നുണ്ട്, അതായത് അവനും അസുഖം ഉണ്ടെങ്കിൽ അവൻ്റെ അമ്മയാണോ അവൻ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി അങ്ങനെ എന്തൊക്കെയോ. ഞാൻ കണ്ടില്ല. പക്ഷേ ഇന്നത്തേക്ക് ഈ സംഭവം നടന്നിട്ട് 8 ദിവസമായി. അതായത് വീഡിയോ ഇറങ്ങിയിട്ട് 8 ദിവസമായി. എന്താണ് പറയാനുള്ളത്? സോലാൻ എന്താണ് ഈ വിഷയത്തെ പറ്റി? അല്ല ഷാമിൽ, ഇത് ആദ്യം എന്താ ഡീറ്റെയിൽ ഇൻഡെപ്ത് ആയിട്ട് ആ ഇഷ്യൂ എന്താണെന്ന് ഒന്ന് പറയും. ഇഷ്യൂ സിമ്പിൾ ആണ്. അല്ല, തുടക്കം മുതൽ പറയും പ്രേക്ഷകർക്ക്. അതെ, വേറൊന്നുമല്ല. ഇപ്പം എല്ലാ കുട്ടികളും ഓൺലൈൻ ട്യൂഷനാണ് മോസ്റ്റ്ലി എടുക്കാറ് എക്സാം പാസ്സാവാൻ. അതായത് ലാസ്റ്റ് മിനിറ്റിൽ പോയിട്ട് ലൈവ് ആണ്. നമ്മളാണ് അത് തുടങ്ങിയത്. കൊറോണ ബാച്ചാണ് അതിന് തുടക്കം കുറിച്ചതെന്ന് വേണേൽ പറയാം. അപ്പം നടന്നത് എന്താ വെച്ചാൽ, ഇപ്പം ഈ ഇൻഡസ്ട്രിയിലുള്ളത് സൈലം, എക്സാമിനർ, റിവ്യൂ പോർട്ട്, പിന്നെ MS സൊല്യൂഷൻ. അങ്ങനെ കുറച്ച് ആൾക്കാരാണുള്ളത്. എൻട്രൻസ് വഹിച്ച MS സൊല്യൂഷൻ ആണ്. അപ്പം അതിലിവിടെ പ്രശ്നം പറ്റിയത്, എല്ലാവരും ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ MS സൊല്യൂഷൻ ചെയ്ത്, അതായത് 15 മിനിറ്റിൽ 10ഓളം ക്വസ്റ്റ്യൻ അണ്ണന്മാർ പ്രഡിക്റ്റ് ചെയ്തു. സൈല 9 മണിക്കൂർ ലൈവില് എത്ര? ഈ ഒരു കണക്ക് ഞങ്ങള് ഞങ്ങൾക്ക് മനസ്സിലായതല്ല. ആരാണ്? അജ്മൽ അൺലേൺ XNY ലേണിംഗ്, അങ്ങനെ എന്തോ ഒരു പരിപാടിന്റെ അജ്മൽ. പ്രൊമോഷൻ ഒന്നല്ല, മൂപ്പര് കുറച്ച് ബുദ്ധിയുള്ള ആളാണെന്നാണ് അല്ലേ? IIT മദ്രാസ് പാസ്. കേരളത്തിലെ ടോപ്പർ ആയിരുന്നു എക്സാം മലപ്പുറം ജില്ലയിലാണ്. ആയിക്കോട്ടെ, IIT മദ്രാസ് ഗ്രാജുവേറ്റ് ആണ്. പക്ഷെ ഇതിപ്പോ കുട്ടികളെ പോയിന്റ് ഓഫ് വ്യൂ നോക്കുകയാണെങ്കിൽ എങ്ങനെയായിരിക്കും? എന്റെ ഒരു അഭിപ്രായം പറയും. കുട്ടി ഇത് പറയുമ്പോ എന്റെ +1 ലൈഫ് കൂടി കണക്ട് ചെയ്തിട്ട് അല്ല, എനിക്ക് എങ്ങനെയാണ് തോന്നുക? ഇജി +1 പഠിക്കുകയാണ്, എനിക്ക് ഇങ്ങനെ ഒരു അവസരം കിട്ടി. ഞാൻ പറയട്ടെ, ഇതിപ്പോ
പഠിക്കോനെ എന്തായാലും പാസ്സാവുള്ളൂ വെച്ചാൽ പഠിക്കോനെ വീഡിയോ കാണാൻ നിൽക്കുള്ളൂ. അപ്പോൾ ഈ വീഡിയോ കൊണ്ടൊരു എഫക്റ്റ് ഉണ്ടാണെങ്കിൽ അധികം പഠിച്ചാത്ത കുട്ടികൾ ഇത് കണ്ട് പാസ് മാർക്കിങ്ങൾ ഒപ്പിച്ചാലല്ലേ എന്ന് വെച്ചാൽ ഈ എക്സാം ചുരുട്ടി പറഞ്ഞ് മാർക്കിലേക്ക് എന്താ പറയുക ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ പോയി പോകണം. പക്ഷേ അല്ലേ ഇപ്പൊ ഒരു നല്ല പഠിക്കുന്ന കുട്ടിയാണെങ്കിൽ ഇങ്ങനത്തെ സംഘടന ആശ്രയിക്കൂല. അല്ല എന്റെ അഭിപ്രായത്തിൽ പഠിക്കാത്ത കുട്ടികൾക്ക് അതായത് ജസ്റ്റ് പാസ് ചാപ്റ്റർ ലാസ്റ്റ് മിനിറ്റിൽ ലൈവ് ആണെന്നുണ്ടെങ്കിൽ ഇത്രയും ഒരു പ്രിപ്പറേഷൻ ഇല്ലാത്തൊരു കുട്ടിക്ക് കാണുക. അല്ല ഇതിലെ ഇഷ്യൂ വരല എന്താ പറഞ്ഞാൽ ഇപ്പൊ പഠിക്കാത്തൊരു കുട്ടി നല്ലോണം പഠിക്കുന്ന കുട്ടി എന്ത് ചെയ്ത് ഈ വീഡിയോ കണ്ടില്ല. പക്ഷെ അവന് കുറെ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചു ഒരു 3-4 ദിവസമായിട്ട് ഇരുന്ന് പഠിച്ച്. പക്ഷെ ഒന്നും പഠിക്കാത്തൊരു കുട്ടി എന്ത് ചെയ്യുക വെറും ഒരു 14 വീഡിയോ കണ്ടിട്ട് ഇത്രയും മാർക്ക് സ്കോർ ചെയ്യുമ്പോൾ പഠിക്കുന്ന കുട്ടിന്റെ കോൺഫിഡൻസ് ആണ് പോകുന്നത്. അംഗീകരിക്കുന്നു. വീട്ടുകാരൻ ചോദിക്കും ഇത്രയും പഠിച്ചിട്ട് എന്തുണ്ടാക്കിയെന്ന്. അതെ അതെ. പക്ഷെ എൻഡ് ഓഫ് ദ ഡേ ഇത് വെറും മാർക്കിന് വേണ്ടിയിട്ടുള്ള കളിയാണ് അല്ലേ? അല്ല ആ ടോപ്പിക്കിലേക്ക് നമ്മൾ ചാടണം. മാർക്കിന് വലിയ വില ഇല്ല. അല്ല ഈ മാർക്ക് കൊണ്ട് കാര്യമില്ല. ചിലപ്പോ ഇനിയിപ്പോ സപ്പോസ് നമ്മള് ഈ മാർക്ക് കൊണ്ട് എവിടെയും എത്തിന്ന് കിട്ടിയോ അതിന് ശേഷം നമ്മള് ഫിസിക്സ് എടുത്താ പണി പാടും. അത് ശരിയാണ്, അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ഇപ്പൊ ഈ ഒരു +2 ഇപ്പൊ ഒരു 90% ഇങ്ങനെയൊക്കെ ഒരു കുട്ടി ഒപ്പിച്ച് എന്നിട്ട് ഈ കുട്ടി ഒരു എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടിക്ക് ഫ്രം സ്ക്രാച്ച് എല്ലാ ടോപ്പിക്കും എല്ലാ കൺസെപ്റ്റും പഠിക്കേണ്ടി വരും. എൻട്രൻസിലേക്ക് പോകണ്ട. ഇപ്പൊ +2 ഏറ്റവും ലാസ്റ്റത്തെ എക്സാം ഇല്ലേ അതിന് മുഞ്ചു മൂഞ്ചലെന്നൊക്കെ ഇവിടെ കോമൺ ആയിട്ടുള്ള വേർഡാണ്. അതെ, ചോർത്താൻ ആരില്ലെങ്കിലും മൂഞ്ചു. അത് ചോർത്താൻ കഴിയില്ലല്ലോ. കാരണം അങ്ങനെയല്ലേ ഒരാഴ്ചക്ക് മുമ്പ് സ്കൂളിലൊക്കെ പേപ്പർ കിട്ടും. അപ്പൊ അത് വെച്ചാണ് ഇതങ്ങനെയല്ല. ഇതെന്താ വെച്ചാല് ആ എക്സാം എഴുതുന്ന കുട്ടികൾ സൈൻ ചെയ്തിട്ടേ ഓപ്പൺ ചെയ്യുള്ളൂ. ഇതിൽ ഏറ്റവും കോമഡി എന്താ പറയുക ശ്യാമിലെ, ഞാൻ ആ കമന്റ് സെക്ഷൻ എടുത്തിട്ട് ന്യൂവസ്റ്റ് കമന്റ് നോക്കി അതിൽ കുറെ എണ്ണം ഉണ്ട് എക്സാം മൂഞ്ചി എന്താ ചെയ്യുക. അപ്പം അത്രയും ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്തിട്ട് വരും മിക്ക കുട്ടിയൊക്കെ എഴുതി കംപ്ലീറ്റ് ആക്കി നല്ല മാർക്ക് പോലും സ്കോർ ചെയ്യാൻ കഴിയില്ല. അത് വേറൊരു വശം. ഇത് വെറും പ്രഡിക്ഷൻ ആണ്. എക്സാം നടക്കണവരെ അതൊരു പ്രഡിക്ഷൻ മാത്രമേ. അല്ല ഇജന്റെ +1 ലൈഫിൽ ഇജ് അങ്ങനെ ക്വസ്റ്റ്യൻ പ്രഡിക്ഷൻ അങ്ങനെ എന്തൊരു വീഡിയോ കണ്ടിരുന്ന നമുക്ക് ഓർമ്മ ഉണ്ട്. ഇജ് 2023 +1 21 ഇല്ല. ഞാൻ അന്ന് ഈ പ്രഡിക്ഷൻ വല്ല ഫേമസ് അല്ലേ. അന്ന് എം എസ് സൊല്യൂഷൻ പറഞ്ഞാൽ മൂപ്പര് പരീക്ഷ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞ കുട്ടികളെ മോട്ടിവേഷൻ ചെയ്യും. അത് 10ാം ക്ലാസ് സൊല്യൂഷൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്റെ ആ സമയത്ത് സൈലം കയറി വന്ന് ഭയങ്കര ക്ലിക്ക്. ആ കൊറോണ സമയത്താണ് സൈലം കയറി വന്നത്. നിങ്ങൾ +1 പഠിക്കുമ്പോൾ നമുക്കൊക്കെ സൈലത്തിന് അത് കിട്ടിയാണ് എല്ലാവർക്കും. നിങ്ങളൊരു കാര്യം ആലോചിച്ച് വെക്കുക. നിങ്ങൾ ക്ലാസ്സിലധികം വല്ല ശ്രദ്ധിക്കാത്ത കുട്ടിയാണ്. പല കുട്ടികളും ഒരു കാര്യം മനസ്സിലായില്ലെങ്കിൽ ടീച്ചർ എടുത്ത് പോയി ചോദിക്കൂല എനിക്ക് മനസ്സിലായില്ല പറഞ്ഞേ. അപ്പോൾ ഓൾക്ക് അവിടെ ഒരു ഓപ്ഷൻ ഇല്ല. അപ്പോൾ സൈഡിൽ ഇങ്ങനെ ഒരു ഓപ്ഷൻ തരാം. നിങ്ങൾ ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്, അതിൽ എല്ലാ പാടും കൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണേൽ പോയി കാണുക പഠിച്ചും ചെയ്യാം. അപ്പം സ്വാഭാവികമായിട്ട് എല്ലാ കുട്ടികളും അങ്ങോട്ട് പോകും. ആ കൂട്ടത്തിൽ ഞാനും ഉണ്ട്. ഇത് അത്യാവശ്യം ഇരുന്ന് പഠിച്ചു. അതുപോലെ അധികം കാണല് ഒരു ചാപ്റ്റർ ഷോർട്ട് ആക്കിയിട്ട് അങ്ങനെ സംഭവം ഉണ്ട്. അത് കാണും. ഇമ്പോർട്ടന്റ് ടോപ്പിക്സ് മാത്രം പറഞ്ഞു. അത് പിടിച്ചെന്ന് പറയാൻ പറ്റൂല. എന്തെങ്കിലും ഉപകാരം ഉണ്ടായിരുന്നു എന്റെ ഒരു അഭിപ്രായത്തിൽ സൈലം കൊണ്ട് ഉപകാരം ഉണ്ടായിരുന്നു. കാരണം +1 അത്യാവശ്യം നല്ലപോലെ മാർക്ക് സ്കോർ ചെയ്താണ് ഷാമില്. അപ്പൊ ആ മാർക്കിൽ സൈലത്തിന് എത്രത്തോളം പങ്കുണ്ട്? അത് വളരെ നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ കണ്ടു. പക്ഷെ കാണാനുള്ള കാരണം ഇപ്പൊ +2 നോക്കുകയാണെങ്കിൽ കെമിസ്ട്രിയിൽ കുറെ ഓർഗാനിക് ആണ്, അത് കുറച്ച് ടഫാണ്. പക്ഷെ എനിക്ക് ലാസ്റ്റ് ഇട്ട് പഠിക്കാൻ സമയം കിട്ടാതെ വന്നപ്പോൾ ഞാൻ ലൈവ് ഉണ്ട്. അപ്പൊ അങ്കിൾ എന്തെങ്കിലും ഡിഫറൻസ് ലൈവ് കാണുമ്പോഴും ഒറ്റയ്ക്ക് NCERT ഒറ്റയ്ക്ക് ഇരുന്ന് സെൽഫ് ലൈവ് എന്ന് പറഞ്ഞാൽ നമ്മൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂ എന്നാണ് പോകുന്നത്. അതെന്താ വെച്ചാൽ ഇതുവരെ ചോദിച്ച ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഇതുവരെയുള്ള പാറ്റേണൊക്കെ അടിസ്ഥാനമാക്കിയിട്ടേക്ക് പോലെ ക്വസ്റ്റ്യൻ പറയും. അല്ലാതെ വേറെ ക്വസ്റ്റ്യൻ കേട്ടെ, അതായത് ഞങ്ങൾക്ക് ലൈവ് കണ്ട ചാപ്റ്റേഴ്സ് ആണോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പഠിച്ച ചാപ്റ്റർ ആണോ കൂടുതൽ സ്ട്രോങ് ആയിട്ട് തോന്നിയത്? ഒറ്റയ്ക്ക് പഠിച്ചത്. കാരണം നമുക്ക് അതിലൊരു കൺസെപ്റ്റ് കിട്ടും. ഇപ്പോൾ ഒരു റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉള്ളിൽ എന്താ നടക്കണെന്ന് നമുക്ക് ആ കൺസെപ്റ്റ് പഠിക്കുന്നതിലൂടെ മനസ്സിലാവും. പക്ഷെ ഈ ലൈവ് ഉണ്ടായി കിട്ടൂല. ഈ ഒറ്റയ്ക്ക് പഠിച്ച ചാപ്റ്റേഴ്സ് ക്ലാസ്സിന് കിട്ടിയാണോ അതോ ഇതുപോലത്തെ യൂട്യൂബിൽ തന്നെ കിട്ടിയാണോ? അത് യൂട്യൂബിൽ നിന്ന് പറയാൻ പറ്റൂല, ക്ലാസ്സിന് പങ്കില്ല എന്ന് പറയാൻ പറ്റൂല. ഞാനൊരു ട്യൂഷൻ എടുത്തിന്, ഓൺലൈൻ ട്യൂഷൻ. അത് ഈ ഫേമസ് ആയ ഏതുമല്ല, ടാർഗറ്റ് മുക്കത്തുള്ള ടാർഗറ്റ്, പ്രൊമോഷൻ അല്ല. പക്ഷേ ഞാൻ ഓരോ വീഡിയോസ് കാണേണ്ടായിരുന്നു. ഐ മീൻ ഓരോ ക്ലാസ് പർച്ചേസ് ചെയ്താണ് അത് കാണേണ്ടായിരുന്നു. വേറൊരു കാര്യം, ഞങ്ങൾക്ക് വേറൊരു ഹോസ്റ്റോഡിയുണ്ട്. ആളിപ്പം ഔട്ട് ഓഫ് റേഞ്ച് ആണ്. പക്ഷെ അവൻ്റെ പേര് അമ്മ. അപ്പോൾ അവൻ പറഞ്ഞൊരു സംഭവം എന്ന് വെച്ചാൽ അവൻ ഈ +2
+1 +2 സമയത്ത് ലാസ്റ്റ് സമയത്ത് മാത്സ് ഇങ്ങനെ എന്ത് ചെയ്തു, സൈലത്തിൻ്റെ ക്ലാസ് ഇഷ്ടം പോലെ ഇരുന്ന് കേട്ടു. ഒരു കുറേ ക്വസ്റ്റ്യൻ പ്രെഡിക്റ്റ് ചെയ്ത് സൈലം. അതിൽ ആകെ ഒറ്റ ക്വസ്റ്റ്യൻ പോലും വന്നില്ല. ഒരു മാത്സ് ഭയങ്കര ബുദ്ധിമുട്ട് ഇനിയും എന്നോട് പറഞ്ഞൊരു സംഭവമായിരുന്നു. അത് ലാസ്റ്റ് എക്സാം കഴിഞ്ഞിട്ടു. എൻഡ് ഓഫ് ദ ഡേ ഇത് പ്രഡിക്ഷൻ ആണ്. പക്ഷെ അന്നൊന്നും MS സൊല്യൂഷൻ എനിക്കൊന്നുമില്ല. +1 എത്തിയെന്ന് എനിക്ക് ഡൗട്ടാണ്. അന്ന് ആ ഒരു എന്താ പറയാ, ആ റേസിൽ പോലില്ലേ. അല്ല, MS സൊല്യൂഷനെ കുറിച്ച് പറയുമ്പോൾ ആളെ ഒരു സ്ക്രാച്ചിൽ നിന്ന് കയറി വന്നത്. നമ്മൾ പഠിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒരു മൊബൈൽ ഫോണിലൊക്കെ റെക്കോർഡ് ചെയ്തിട്ട് ജസ്റ്റ് അപ്ഡേഷൻസും പിന്നെ കെമിസ്ട്രി മൂപ്പർ അറിയുന്ന അറിവ് വെച്ച് തോന്നുന്നു എല്ലാവരും സ്ക്രാച്ച് ഒന്ന് കയറി തന്നെ. പക്ഷെ നമ്മളെ കണ്ടില്ല, ട്രാൻസിഷൻ കണ്ടത് MS കാരണം എന്ന് വെച്ചാൽ സൈലെന്നൊക്കെ വെച്ചാൽ അവരൊക്കെ പാല പോലത്തെ വലിയൊരു കോർപ്പറേറ്റ്. അങ്ങനെയല്ല. സൈല അനന്തുല്ലേ ഫൗണ്ടർ, ഓനെ MBBS പഠിക്കുന്ന സമയത്ത് ഇംഗത്തിന് വേണ്ടി അങ്ങനെ ഇൻകം ജനറേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങനെ തുടങ്ങിയതാണെന്നാണ് ഏതോ വായിച്ചത്. ഏതോ ജോസ് ടോക്കിലോ അങ്ങനെ എന്തോ കേട്ടോ. എന്തോ ഓൺലൈനായിട്ട് കുറെ കടം വന്ന് അങ്ങനെ എന്തൊക്കെ അങ്ങനെ എന്തോ ഉണ്ടായിനി, കടമൊക്കെ ഉണ്ടായിനി. എന്നിട്ട് ആലപ്പുഴ തന്നെ എടുത്ത്. അല്ല നീ എജുഹബ് ആ സമയത്തല്ലോ ഒന്ന് എനിക്കറിയില്ല കൂടുതൽ, ആ ക്ലാസ് കിട്ടില്ല. അല്ല എജുഹബ് അല്ല, എജുപോർട്ട് സൈലയിൽ ഏറ്റവും നന്നായിട്ട് എനിക്ക് തോന്നിയത്. ഞാന് എജുപോർട്ടിന്റെ വേദാന്തൂല് നമ്മളെ NCERT അത്ര വലിയതില്ല എനിക്ക് തോന്നുന്നു. സ്റ്റേറ്റ് സിലബസിന് അത് കുറച്ചുകൂടി NCERT ഫോക്കസ്ഡ് ആണ് തോന്നുന്നു. എൻട്രൻസ് അതുപോലെ മലയാളത്തിൽ ഉണ്ടോ വേദാന്തു? മലയാളം പക്ഷെ ലൈവ് ഒന്നും ഇല്ലാവുന്നുണ്ട്. എൻട്രൻസ് പോയിന്റ് ഓഫ് വ്യൂ ഇല്ല. അപ്പൊ ബോർഡ് എക്സാമിൽ ഉണ്ടാവില്ല. പിന്നെന്താ അവരൊക്കെ ഒരു മാർക്കറ്റിംഗ് എൻട്രൻസ് ആണ്. എൻട്രൻസ് തന്നെ. എൻട്രൻസ് ഒരു ഇൻഡസ്ട്രി ആണല്ലോ. അതൊരു വലിയ ഇൻഡസ്ട്രിയാണ്. അതിന്റെ കഥകളൊക്കെ ഞങ്ങൾ വൈകാതെ ഒരു എപ്പിസോഡുകളിൽ. അല്ല, ഈ എൻട്രൻസിന് ക്വസ്റ്റ്യൻ ആരാ പ്രിപ്പയർ ചെയ്യല്? അത് ഓരോ, അതായത് ഖറാഗ്പൂർ ആണോ? ഓരോ ഇതിലും ഓരോരുത്തരും പ്രിപ്പയർ ചെയ്യും. ഓരോ വർഷം ഇഷ്ടമുള്ള ആൾക്കാർ ഇങ്ങനെ എടുക്കലാണ്. എന്നിട്ട് ഓരോ ക്വസ്റ്റ്യൻ ഓരോ IIT-കൾ ഉണ്ടാവുമല്ലോ. എൻട്രൻസിന് നമ്മളെ കൂടെ എക്സ്പേർട്ട് ഉണ്ട്. ഇത് 4-5 കൊല്ലമായിട്ട് എൻട്രൻസ് ചെയ്യുന്ന ഒരാൾ നമ്മുടെ കൂടെ ഉണ്ട്. അതിനെ കുറിച്ചുള്ള എക്സ്പീരിയൻസുകൾ നമ്മൾ എന്ത് ചെയ്യും അടുത്ത വർഷം റിസൾട്ട് പറഞ്ഞതിന് ശേഷം. ലൈഫല്ല അതെങ്ങനെ എനിക്ക് എത്രത്തോളം അത് ഇതായിട്ട് തോന്നുന്നുണ്ട്. എന്ത് എൻട്രൻസ് ടഫോ? അല്ല, അങ്ങനെയല്ല. ഇപ്പോൾ ചോദിക്കുകയാണെങ്കിൽ എൻട്രൻസിന് ക്വസ്റ്റ്യൻ പ്രിപ്പയർ ചെയ്യണത് ഗവൺമെന്റ് ഒഫീഷ്യൽസ് തന്നെ അല്ലേ, ഓരോ പ്രൊഫസർമാർ. അല്ല, എൻട്രൻസിനെ കുറിച്ച് പറയുമ്പോൾ എൻട്രൻസ് ആണ് ഇപ്പോൾ ക്വസ്റ്റ്യൻ ഭയങ്കര റെയറല്ല. അതായത് എത്രമാത്രം സത്യസന്ധത ഉള്ളതാണ് എൻട്രൻസ് നമ്മളിപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട സമയമായി. ഉദാഹരണം പറയുകയാണെങ്കിൽ നീറ്റിന്റെ കാര്യമില്ല, ജെയിൻ്റെ കാര്യം പറയാം. ജെയിൻ്റെ കാര്യത്തിൽ ഒരുത്തന് 300 ഭയങ്കര റെയറാണ്. അതായത് കൊറോണ ആഫ്റ്റർ മെയിൻസിൽ തന്നെ, അഡ്വാൻസിൽ ആർക്കും കിട്ടിയില്ല. ഇപ്പോൾ 2 സ്റ്റേജിൽ ഒന്ന് മെയിൻസ് ഒന്ന് അഡ്വാൻസ്. അതിൽ ആഫ്റ്റർ കൊറോണ ആണ് 300 അല്ല കൊറോണ സമയത്ത്. കാരണം ക്വസ്റ്റ്യൻ്റെ എണ്ണം കൂട്ടിനി, ഓപ്ഷൻസ് തന്നിനി. അതായത് 10 ക്വസ്റ്റ്യൻ 5 ചെയ്താൽ മതി ഓപ്ഷൻസ് തന്നു. അപ്പം അങ്ങനെ നിൽക്കണം. കഴിഞ്ഞ വർഷം ഒരുത്തുണ്ട്, അവന് 300 നേടി. അവൻ +2 ഇതാണ്, +2 നേരെ എൻട്രൻസ് ചെയ്തതാണ്. പക്ഷെ അവൻ്റെ ബോർഡ് എക്സാമിൻ്റെ മാർക്ക് എത്ര കേസാണ്? 75% ഉണ്ടെങ്കിൽ നമുക്ക് ജെയിൽ അഡ്മിഷൻ കിട്ടുള്ളൂ. എക്സാം ചെയ്താൽ പക്ഷെ അഡ്മിഷൻ കിട്ടുക 75%. അവന് 63% ഉള്ളൂ. അതായത് അവൻ്റെ അപ്പുറത്തിരിക്കണ ഒരുത്തുണ്ട്, അവൻ നന്നായിട്ട് പഠിക്കും. അവന് 300 ഉണ്ട്. അവൻ്റെ എല്ലാ ക്വസ്റ്റ്യനും അപ്പം നോക്കി എഴുതി ഇരുന്നിട്ട് അവന് 300 മാർക്ക് കിട്ടി. അല്ല, 300 കിട്ടണമെങ്കിൽ ഏതായാലും എല്ലാ ക്വസ്റ്റ്യൻ ചെയ്യണമല്ലോ. അവൻ അപ്പുറത്തിരിക്കുന്ന ഒരുത്തുണ്ട്, അവൻ നന്നായിട്ട് പഠിക്കും. അവന്റെ എല്ലാ ക്വസ്റ്റ്യനും നോക്കി എഴുതി. അങ്ങനെയല്ല മെയിൻസ് കമ്പ്യൂട്ടറിലല്ല എക്സാം. കമ്പ്യൂട്ടറാണ്. റാൻഡമൈസ്ഡ് ആയിട്ടല്ലേ വരിക? റാൻഡം ആണെങ്കിൽ എനിക്ക് റാൻഡ് ആണോന്ന് അറിയില്ല. പക്ഷെ റാൻഡ് ആണെങ്കിലും സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും. അവന് തിരിഞ്ഞു നോക്കിയാൽ മനസ്സിലാവും ഏതാ ക്വസ്റ്റ്യൻ എന്ന്. അതായത് അവൻ അത് നമ്മൾ ആ സെന്ററിനനുസരിച്ച് ഓരോ തല്ലിപ്പുള്ളി സെന്റർ ആണെങ്കിൽ. അതായത് പൊതുവെ ഞാൻ പറയുകയാണെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണ് ഈ നോർത്ത് സൈഡിൽ ഹൈദരാബാദ് ആ ഭാഗങ്ങളിലെ അവിടുത്തെ പോലും അധികം ശ്രദ്ധിക്കാറില്ല. എൻ്റെ പല ഫ്രണ്ട്സുകൾ പോലും ഹൈദരാബാദിന് എക്സാം ചെയ്ത സമയത്ത് ചോദിച്ചും കോപ്പി അടിച്ചല്ല ചോദിച്ച് എഴുതിയിരുന്നു. പക്ഷെ കേരളത്തിലാണ് നടക്കുന്നത്. കേരളത്തിൽ ഭയങ്കര സ്ട്രിക്റ്റ് ആണ്, കുറച്ച് കൂടുതൽ. അപ്പോൾ ആ ഒരു പിന്നെ നീറ്റിൻ്റെ കാര്യം പറയണ്ടല്ലോ, ക്വസ്റ്റ്യൻ ലീക്കേജ്, ക്വസ്റ്റ്യന് ഒരിക്കലും കിട്ടാത്ത മാർക്കാണ് നീറ്റ് കിട്ടിയാണ്. അതൊരു കണക്കുണ്ടല്ലോ, കുറച്ച് കുറയും കിട്ടിയ 4 കൂടുന്നേ. അപ്പം ഗ്രേസ് മാർക്ക് ഇഷ്യൂ ഉണ്ടായിരുന്നു, സോൾവ് ചെയ്തു. പക്ഷെ എന്നാലും പക്ഷെ ഞാൻ പറയുന്നേ ഇത്രയും ആൾക്കാർ റിഗ് ചെയ്ത്, അപ്പൊ അതിൽ റിഗ് ചെയ്യാൻ കുറെ ആൾക്കാർ പിടിക്കാത്ത കുറെ ആൾക്കാരുണ്ടാവുമല്ലോ. അവർക്ക് എന്തായാലും അങ്ങനെയും ചോദ്യം ചെയ്യണല്ലോ നമ്മള്. അപ്പൊ ഈ +1 വീട് എൻട്രൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഒരു പൈസയും സമയമൊക്കെ പോകണല്ലോ. അത് അപ്പൊ അതിൽ തന്നെ എത്രയും ഈ വേൾഡ് ഫുൾ ഒരു മെട്രിക്സിലാണ് സംഭവം.
നമ്മൾ MS സൊല്യൂഷനിലാണ് തുടങ്ങിയത്, അതിലേക്ക് തിരിച്ചു വരുന്നതല്ലോ. നമ്മൾ ടോപ്പിക് ഫുൾ കവർ ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. ഓൾറെഡി ആൾക്കാർ MS ഇപ്പൊ നീറ്റിക്ക് എത്തിക്കണം. ആടാ എങ്ങനെയാടാ പോഡ്കാസ്റ്റ് നമ്മള് സ്ഥലത്ത് കൊടുക്കും. ഇതിൽ പ്രശ്നം എന്താ വെച്ചാൽ ഞാനും ഹിഷാമും പോഡ്കാസ്റ്റ് അത്യാവശ്യം കേൾക്കാറുണ്ട്. പക്ഷെ സെല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഈ ഓഡിയോ കേൾക്കുവാൻ മനസ്സിലായി ഒരു കൊണയായിട്ട് ഇത് നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം, ഷാമിന് തൊഴിൽരഹിതരാണ്. എന്താണ് തൊഴിൽരഹിതരാണ്. പക്ഷേ അടുത്ത ടോപ്പിക്ക് സെലായ, അതായത് ഇതിപ്പോൾ ഒരു കോളേജ് പഠിക്കുകയാണല്ലോ. നമ്മളിപ്പോൾ +1 +2 കഴിഞ്ഞു, പിന്നെ അതിൻ്റെ അടുത്ത സ്റ്റെപ്പ് കോളേജാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കോളേജ് സിസ്റ്റത്തിനോട് നമുക്ക് എന്താണ് പറയാനുള്ളത്? അതായത് എന്തെങ്കിലും മാറ്റം വരുത്തണം. അതായത് ഒരു മന്ത്രി പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്വന്തമായിട്ടൊരു തൊഴിലൂടി ഉണ്ടെങ്കിൽ ഭയങ്കര ഇതായിരുന്നു. വെച്ചാൽ ഈ ഫോറിൻ കൺട്രീത്തെ സിസ്റ്റം ഫോളോ ചെയ്യാൻ എന്ന് വെച്ചാൽ പഠിത്തത്തിന്റെ കൂടെ ഒരു പാർട്ട് ടൈം ജോബ്. പക്ഷെ അത് ഇവിടെ നടക്കൂല. ഉദാഹരണത്തിന് ഈ പണിക്ക് പോകാൻ എന്റെ വീട്ടുകാർ തന്നെ സമ്മതിക്കും. അതിപ്പോ നോക്കണ്ട, നമ്മളൊരു മിഡിൽ ക്ലാസ് ഫാമിലി ആയതുകൊണ്ട് അല്ല മാട്ടെ, ഈ മിഡിൽ ക്ലാസ്സിനെ ഒരുപാട് പേർക്ക് എന്ന് വെച്ചാൽ മക്കൾ പണിക്കോണോ ഓൽക്കോ എന്തോ ഒരു അപമാനമായിട്ട് കാണും കുറച്ച് ആൾക്കാർ. ആവേശിക്കും തുടക്കം പൊയ്ക്കോന്നൊക്കെ പറയും. പിന്നെ ഓൽക്ക് ഒരു ഇൻഫീരിയർ. പക്ഷെ അതില്ലേ, അത് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റും. നിനക്ക് അത് പറയാൻ പറ്റില്ല, കാരണം അത് മിഡിൽ ക്ലാസിന്റെ കാര്യം. അതൊരു കാരണം. രണ്ടാമോ മടി, വെറും മടി. രാവിലെ എണീക്കാൻ കഴിയത്തല്ലോ പണിക്ക് മനസ്സിലായി. അതല്ലേ പറയുന്നത്. ഇപ്പൊ ചില സ്റ്റുഡൻസ് അതായത് വീട്ടിൽ. പിന്നെ മൂന്നാമതാണ് മെയിൻ റീസൺ തൊഴിലില്ലായ്മ. കിട്ടാൻ ഭയങ്കര പാടാണ്. പാർട്ട് ടൈം ജോബ് തന്നെ കിട്ടാൻ നല്ല പാടാണ്. അയാളെ ചില ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഉദാഹരണമായിട്ട് ഇപ്പൊ ഒരു കുട്ടിക്ക് പഠിക്കാൻ പോകണം, അല്ല വീട്ടിൽ തീരെ സാമ്പത്തിക സ്ഥിതി ഇല്ല, അവൻ്റെ വീട്ടിൽ അച്ഛനും ഓനോടും പണിക്കാതെ ജീവിതം മുന്നോട്ട് കൊള്ളൂ. അപ്പോൾ എന്തായാലും എന്ത് ചെറിയ പാർട്ട് ടൈം ജോബ് ചെയ്യാൻ നോക്കും. കൂടെ ഡിഗ്രീൻ്റെ ഈ അസൈൻമെൻറ്റ്സ്, എക്സാംസ്, ടൈം ഷെഡ്യൂൾ, അതും ഈ പാർട്ട് ടൈം ജോബ് കൂടി മുന്നോട്ട് കൊണ്ടുപോകാൻ ഇപ്പോഴത്തെ ഒരു ആവറേജ് ഡിഗ്രി സ്റ്റുഡൻറ്റിന് കഴിയും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. അതിനുള്ള അവസരം നമ്മുടെ മെന്റാലിറ്റി അനുസരിച്ചിരിക്കും. എന്ന് വെച്ചാൽ നമ്മൾ ലോക്ക്ഡൗൺ ആവും വിചാരിച്ചാൽ നമുക്ക് കഴിയും. കാരണം ഞാനൊരു കാലഘട്ടത്തിൽ ഡിഗ്രിയും ജിമ്മും ജോലിയും നോക്കിയെടുത്തിന്. കാരണം അത് വിചാരിച്ചാൽ മതി, എല്ലാവർക്കും കഴിയാന്നേ ഉള്ളൂ. വലിയ പാട് കാര്യമൊന്നുമില്ല. ലൈഫ് ഒന്ന് ഡിസിപ്ലിൻ ആക്കണം. ഒരു സമയത്തുണ്ടായിരുന്നു. അപ്പൊ എന്റെ ഒരു അഭിപ്രായം ഡിഗ്രിയിലോട്ട് തന്നെ വരാൻ നമുക്ക്. ഡിഗ്രീന്റെ കേസ്, ഡിഗ്രി പാർട്ട് ടൈം എന്ന് പറയാൻ പറ്റാണ്. ഈ ഡിഗ്രിയിൽ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താ വെച്ചാൽ പാർട്ട് ടൈം കൂടി മുന്നോട്ട് കൊണ്ടുപോകാനുള്ളതിൽ 75% അറ്റൻഡൻസ് ആയിരിക്കും നമ്മൾ മീറ്റ് ചെയ്യണം. അതൊരു വലിയൊരു അടങ്ങാറ്. പക്ഷെ ഇപ്പോഴത്തെ ഞാൻ പറഞ്ഞല്ല, നിങ്ങൾ നൈറ്റ് ചെയ്യുന്ന ജോബ് ആവശ്യമില്ലല്ലോ. ജോബ് നൈറ്റ് ആയി നിങ്ങൾക്ക് ക്ലാസ് കേൾക്കേണ്ട ആവശ്യമില്ലല്ലോ. അത് സത്യമാണ്. പക്ഷെ അപ്പൊ ആ സമയത്ത് പഠിക്കും കൂടി വേണ്ടേ. അതായത് ഡിഗ്രി എത്ര മണിക്കൂർ. പക്ഷെ എന്താ അറിയോ, ഇങ്ങനെ എന്തെങ്കിലും സ്കീം ഉണ്ടേ നല്ലതാണ്. ഇപ്പൊ കുട്ടികൾക്ക് മാത്രമായിട്ട്, അതായത് ഇപ്പൊ നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് ഓഫ് എടുക്കാം, അങ്ങനെ ഒരു സ്കീം ഉണ്ടെങ്കിൽ, അങ്ങനെ എന്തെങ്കിലും ഒരു പദ്ധതി ഉണ്ട്. അങ്ങനെയല്ല, നമ്മള് വർക്കിന്റെ കാര്യത്തിൽ, അതായത് ഇപ്പൊ ഇന്നിപ്പോ എക്സാം ഉണ്ട്, അങ്ങനെയാണെങ്കിൽ ഇന്ന് പോകണ്ട, അങ്ങനെ എന്തെങ്കിലും ഒരു സ്കീമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു നിയമോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ഇതായിരിക്കും. ഒന്നാമത് പ്രശ്നം വെച്ചാൽ ഈ ഡിഗ്രി കഴിഞ്ഞിട്ട് ആൾക്കാർക്ക് തന്നെ ജോലിയില്ല, ജോബിൽ തന്നെ. അതിപ്പോ ഒന്നാമത് ഫോറിൻ കൺട്രി ഒരുപാട് പോപ്പുലേഷൻ അഭിപ്രായത്തിൽ ആഫ്റ്റർ ഡിഗ്രി ഇതിപ്പം ഒരു ഫോറിൻ കൺട്രി ചൂസ് പോവാണ്, അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളൊക്കെ ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഫോറിൻ കൺട്രീസ് ഉണ്ട്, അതായത് ഇവൻ യൂറോപ്യൻ മിഡിൽ ഈസ്റ്റ് കൺട്രീസ് ഉണ്ട്. നീ ഏത് ചൂസ് ചെയ്യാം? ഞാൻ യൂറോപ്യനൊക്കെ ചൂസ് ചെയ്യാം. കാരണം ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് നമുക്ക് ഒന്ന് വീങ്ങാൻ കഴിയും. പഠിച്ചിക്കണ് നമുക്ക് അറബി പത്രത്തോളം അറിയും. പഠിച്ചോണ്ട് കുറച്ച് അറബി പറഞ്ഞുണ്ടോ. അറബി അക്ഷരമാല എത്ര അക്ഷരങ്ങളുണ്ട്? കൊല്ലം മദ്രസ എന്തിനു പോയി? ഇതില് ഫുൾ A+ A+ ഉണ്ട്. പൊതുപരീക്ഷ ഫുൾ A+ ഉണ്ടോ? അല്ല, എനിക്ക് കുറച്ച് 5ാം ക്ലാസ് ഞാൻ ക്ലാസ്സിൽ വെച്ച ക്ലാസ്സിൽ 4 കുട്ടികളല്ലേ ഒന്നാവാനോ. ഞാൻ വല്ല സീനിയർ മദ്രസയിൽ. അപ്പോൾ ബാക്ക് ടു ദി ടോപ്പിക്. എന്തേലും പറഞ്ഞാ യൂറോപ്പ് ഇപ്പൊ എന്താ തന്നെ മനസ്സിലായിട്ടില്ല പ്ലാൻ. അതായത് അതായത് പാസ്പോർട്ട് എടുത്തത്. അപ്പൊ സ്വാഭാവികമായിട്ട് നമുക്ക് എന്ത് ചെയ്യാ, ആഫ്റ്റർ ഡിഗ്രി കഴിഞ്ഞ് എന്തെങ്കിലും സിറ്റുവേഷനിൽ നമുക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ ഗൾഫിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലത്തെ ആൾക്കാർ പോകും. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെന്ത് ചെയ്യുക, ഇംഗ്ലീഷിനുള്ള എന്തിനും എടുക്കൽ IELTS ഒക്കെ എടുത്തിട്ട് നീ യൂറോപ്പ് പോകാൻ ശ്രമിക്കുക. ഏതാണ്ട് ഒരു ഇത് പറയും. ഞാൻ പറട്ടെ,
ലോജിക്കലി പറയാമെങ്കിൽ ഞാൻ മിക്കവാറും അറബിക് നാട്ടിലേക്ക് എത്തുക. കാരണം നമ്മളെ റിലേറ്റീവ്സ് ഒക്കെ അവിടെയാണ് ഉള്ളത്. പക്ഷെ എൻ്റെ ആഗ്രഹം ചോദിക്കാൻ എനിക്ക് യൂറോപ്പ് പോകാൻ ആഗ്രഹം. കാരണം അവിടെ അറബിക്ക് പറഞ്ഞാൽ ഒന്നാമത് ഭയങ്കര സെക്യൂരിറ്റി ആണ്, ലാംഗ്വേജ് ബാരിയർ ഒന്നുണ്ട്. അല്ല എനിക്ക് തോന്നുന്നില്ല, കാരണം അവിടെ ഏറ്റവും കൂടുതൽ ഇപ്പോൾ മലയാളികളാണുള്ളത്, ഇഷ്ടംപോലെ ഇന്ത്യക്കാരുണ്ട്. അപ്പോൾ കൂടുതൽ കൂടുതലുള്ളതിൽ മലയാളികളുണ്ട്. അപ്പോൾ ലാംഗ്വേജ് വലിയൊരു ഇഷ്യൂ ആണ്. അത് കറക്റ്റാണ് ആണോ? ഏതൊരു എല്ലായിടത്തും ഉണ്ട്. ലോകത്തിന്റെ ഏത് മുക്കിലും ഗൾഫ് കൺട്രീസ് യൂറോപ്പ് ഒന്നാമത് ലെസ് പോപ്പുലേഷൻ. വൈനോട് യൂറോപ്പ് ചോദിക്കാം. യൂറോപ്പ് വേറെ കുറെ ഓപ്ഷൻസ് ഉണ്ടല്ലോ. യൂറോപ്പിൽ യൂറോപ്പിൽ ഞാൻ എൻ്റെ ഒരു ഇതിൽ എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ കാനഡ ഒന്നും പോകാൻ താല്പര്യം. കാനഡ ഭയങ്കര ക്ലൈമറ്റ് ഇഷ്യൂ ഉണ്ട്. ഇംഗ്ലണ്ടോ പിന്നെ എല്ലാവരും കാനഡക്കാണ് പോകുന്നത്. പിന്നെ യൂറോപ്പ് എനിക്ക് പിന്നെ അടുത്ത കൾച്ചറൊക്കെ ഒന്ന് അറിയാൻ താല്പര്യമുണ്ട്. പിന്നെ കുറച്ച് ഫുട്ബോൾ ഫ്രീക്ക് ആയതുകൊണ്ട് ആ ഭാഗത്തൊക്കെ ഒന്ന് പോകാൻ താല്പര്യമുണ്ട്. ഇംഗ്ലണ്ട്, ഫ്രാൻസ് ഹൈലൈറ്റ് കാണുന്നതാണ് ഫുട്ബോൾ ഫ്രീക്ക്. ഇഷാമെ എല്ലാവരും എൻ്റെ മാതിരിയല്ല. ഡോണ്ട് മെഷർ അതർ പീപ്പിൾ വിത്ത് യുവർ ഓൺ സ്കെയിൽ. നമ്മുടെ സലാഹിന് ചില ലാംഗ്വേജ് പറയുമ്പോൾ ചില പ്രൊനൗൺസിയേഷൻ ഇഷ്യൂ ഒക്കെ ഉണ്ടാവും. അത് നിങ്ങളെന്ത് ഒരു ഫണ്ടാക്കി ഞങ്ങളെടുക്ക നോക്കണ്ട. അപ്പൊ ഷാമിലെ ആഫ്റ്റർ ഡിഗ്രി നമുക്ക് യൂറോപ്പിൽ അല്ലെങ്കിൽ എങ്ങോട്ടാണ് താല്പര്യം? ലോജിക്കൽ ആൻസർ പറയുന്നത് അങ്ങനെ ഒരു ആഗ്രഹമില്ല. ഇല്ല, ഐ മീൻ അവിടെ പോയി സെറ്റിൽ ആവണം. അല്ല നമുക്ക് നാട്ടില് ജോബ് കിട്ടണോ അല്ലെങ്കിൽ ഗവൺമെന്റ് ജോബ് എന്ന് പറയില്ല നമുക്ക് ഫാമിലി. അല്ല അങ്ങനെയല്ല, ഒരു എന്താ പറയാ കൺസ്ട്രെയിൻ ആയിട്ട് ഒരു ലിമിറ്റഡ് ആയിട്ടുള്ള എക്കോണമി അല്ല, കുറച്ചൊരു ബ്രോഡായിട്ടുള്ള എക്കോണമി. അത് നമുക്ക് അത്രയും ഒരു എന്താ പറയാ ഒരു എബോവ് മിഡിൽ ക്ലാസ് എന്നുള്ള രീതിയിലുള്ള ആ ഒരു ലൈഫ് സ്റ്റൈൽ ഇന്ത്യയിൽ സെറ്റിൽ ആവണമെന്നാണ്. ഒരു 1.5 lakhs അതൊന്നും അല്ല പോടെ മിഡിൽ എബോവ് മിഡിൽ ക്ലാസ് അല്ല. ഐ മീൻ ഒരു ബെൻസ് ഓടിക്കണം. അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം മിഡിൽ ക്ലാസിനേക്കാൾ കുറച്ച് എബോവ് മിഡിൽ ക്ലാസിനേക്കാൾ കുറച്ചുകൂടി നേരാണ്. എബോവ് ആണല്ലോ. അതായത് പുറത്ത് പോയി അവിടെ ഒരു സാധാരണക്കാരനായി ജീവിക്കാൻ താല്പര്യമില്ല. ഇന്ത്യ സെറ്റപ്പ് അതുപോലെ തന്നെ പല പല രാജ്യങ്ങൾ കാണുക, വിസിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പം ഈ ഒരു നേട്ടത്തേക്ക് എത്താനുള്ളത് താങ്കൾ എങ്ങനെ ചെയ്യും, പരിശ്രമിക്കും? അത് മാത്രം അറിയില്ല. അതാണ് എന്തിനാണ് ഡിഗ്രി എടുത്താൽ അറിയോ? അതൊക്കെ ചായ പോഡ്കാസ്റ്റ് അതിനാണല്ലോ. അതായത് ഞങ്ങൾ എന്ത് ചെയ്യാം, നമ്മൾ ഇത് എങ്ങനെ കഴിച്ചില്ല, ഏത് പൈസ ഉണ്ടാക്കാത്തത് ദാരിദ്ര്യമല്ല. ഉദാഹരണമായിട്ട് ഇപ്പത്തെ ലൈഫ് സ്റ്റൈൽ രാവിലെ ഇപ്പൊ ഒരു യൂട്യൂബ് ചാനൽ ഉള്ളതാണ് അല്ലെങ്കിൽ ഒരു ഡിഗ്രി ഉള്ളതാണ് ഏറ്റവും വലുത് പറയും. ഇൻകത്തിന്റെ കേസില ഒരു കരിയർ വെക്കുവാണ് നോക്കുമ്പോ അത് നമ്മള് യൂട്യൂബ് ചാനലിനെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ നമ്മളൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു ചാനലാണെന്നുണ്ടെങ്കിൽ ഞാൻ പണ്ട് തുടങ്ങി ആര് സെർച്ച് ചെയ്ത് നാഷണൽ ജിയോഗ്രഫി ടോപ്പ് 10 ഡിനോസർ ഫസ്റ്റ് അല്ല. അപ്പൊ നമ്മളൊരു ഇൻഫോർമേറ്റീവ് അല്ലെങ്കിൽ സമൂഹത്തിന് ഉപകാരമുള്ള ഒരു ചാനലാണെങ്കിൽ അത് നമുക്ക് സൊസൈറ്റിയിൽ റെസ്പെക്ട് ഉണ്ടാക്കും. ധ്രുവരാട്ടി എന്നല്ല, അല്ല ഞാൻ റീസെന്റ് ശ്രദ്ധിച്ചത് ഒരു അലക്സ്പ്ലെയിൻ പറഞ്ഞ ചാനലുണ്ട്. അത് അത്യാവശ്യം നല്ലതാണ്, ബയാസ്ഡ് അല്ല. അവന് ഒരു രണ്ടാളുടെയും സെന്ററിൽ സംസാരിക്കും. പിന്നെ ഉള്ളത് വേറെ കുറച്ച് ടെക്നോളജി ആയിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഉമർ അബ്ദുസലാം, അങ്ങനെ കുറച്ച് ആൾക്കാർ. അലക്സ്പ്ലെയിൻ അത്യാവശ്യം വ്യൂസ് ഉണ്ട്. എനിക്ക് തോന്നുന്നത് മൂപ്പര് UPSC പ്രിപ്പയർ ചെയ്യുന്ന ആളാണ്. പല യൂട്യൂബേഴ്സും നിങ്ങൾ ആദ്യമായിട്ട് കേൾക്കും, ഇവർക്ക് മാത്രമേ അറിയുള്ളൂ. അല്ലല്ല, ഇത് അറിഞ്ഞില്ലെങ്കിൽ മോശമാണ്. പോലെ തൊഴിലില്ലാത്തവർക്ക് അറിയുള്ളൂ. മറ്റേ ഇതിന്റെ ഇഷ്യൂ ഉണ്ടായിരുന്നില്ല നമ്മളെ ഗാസ, അതായത് ഇസ്രായേൽ ആ ഇഷ്യൂല് കുറെ ആൾക്കാർ അതിന്റെ ചരിത്രത്തെ പറ്റി ഒരു വീഡിയോ ഇട്ടപ്പോൾ അത്യാവശ്യം ആൾക്കാർ കണ്ടതായിരുന്നു. അതായത് ഓന്റെ ഒരു അഭിപ്രായം പറയില്ല അല്ലേ, കാര്യം മാത്രമേ പറയണുള്ളൂ. സൊലാഹ് പിന്നെ ഇതൊക്കെ വേറെ ഏതോ യൂണിവേഴ്സിറ്റി ഫുട്ബോൾ മാത്രം മുണുങ്ങണ TV. ഈ രണ്ടെണ്ണം ഒരു പണിയില്ലാത്തതുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഇവരുണ്ട്. ഇവൻ അലിൻജോസ് പെരേര എന്താണ് ഇപ്പൊ ഇട്ടേക്കണ വരെ ഇറ്റങ്ങൾക്ക് അറിയും. അല്ല അത് ചോദിച്ചപ്പോ നമുക്ക് എന്താണ് ഇപ്പൊ ഉദാഹരണമായിട്ട്
ആറാട്ടനാണ് ഇതെല്ലാത്തിനും തുടക്കം. അതായത് ഒരു മൂവി റിവ്യൂസിന് വേറെ തലത്തിലേക്ക് കൊണ്ടുപോയി. അതൊന്നും ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ ഇപ്പൊ കുറെ ആൾക്കാരുണ്ട് കോസ്പ്ലേ എന്ന് പറഞ്ഞിട്ട് വരുന്നത്. ഇപ്പൊ നിങ്ങൾ അനിമെ കാണുന്ന ആൾക്കാരാണ് അറിയാം. അപ്പൊ ജപ്പാനിലൊക്കെ കോസ്പ്ലേ എന്ന് പറഞ്ഞാൽ അതൊരു ആർട്ട് പോലെയാണ്. അപ്പൊ മലയാളത്തിൽ കോസ്പ്ലേ വരുമ്പോൾ പുഷ്പക്ക് ചെയ്ത്, കങ്കുക്ക് ചെയ്ത്, മാർക്കൊക്കെ ചെയ്ത്, അതല്ല ചെയ്യാണെങ്കിൽ ഒരു അമ്മാവൻ സൈഡ് ഒപ്പീനിയൻ കിട്ടാനാണ് സാർ അതിനോട് നിർത്തിയത്. അതിപ്പോ എന്താ പറയാ കോസ്പ്ലേ അത് രണ്ടാണ്. ജപ്പാനിലേതാ ജപ്പാന്റെ കൾച്ചർ എങ്ങനെയാണ് അത് അവിടെ, കാരണം ജപ്പാന്റെ വൺ ഓഫ് ദ റെപ്രസെന്റേറ്റീവ് ആണ് ഈ മാങ്ക അനിമ പറയണത്. അപ്പൊ അവിടെ കോസ്പ്ലേ എന്ന് പറഞ്ഞാൽ അത് നോർമലാണ്. അതും കണ്ട് ജപ്പാന് മാത്രമൊന്നുമല്ല, അതായത് എല്ലാം പറയട്ടെ, ഈ ഇന്ത്യക്ക് ആനിമ എത്തണേ ഉള്ളൂ. ആനിമ എത്തുന്തോറും ആനിമന്റെ ലെവൽ കുറഞ്ഞുകൊടുക്കാണ് ഇന്ത്യയിൽ എത്തുന്തോറും. തമിഴന്മാരെടുത്തൊക്കെ പോയത് അപ്പൊ തന്നെ നമ്മൾ ഈ മൈനോറിറ്റി ആൾക്കാർ ഒരിക്കലും ഞാൻ എന്ത് ചെയ്യാറ് ഈ തമിഴ് ഡബിങ്ങിനെ മോശമായിട്ട് കാണുന്നില്ല. കാരണം ഈ ഇപ്പം കേരളത്തിൽ കുറെ ആൾക്കാർക്ക് എന്ത് ചെയ്യുക ഇംഗ്ലീഷ് ആരെ ഭയങ്കര ലിറ്ററസി ഉണ്ടെന്ന് വിചാരിച്ച് തമിഴ് പീപ്പിൾ അങ്ങനെയല്ല. അപ്പൊ അവരുടെ കൾച്ചറിലേക്ക് കൂടുതൽ അഡാപ്റ്റ് ചെയ്ത രീതിയിൽ ഡബ് ചെയ്യുന്നതിന് എന്തിനാണ്? അതല്ല ഡബിനല്ല നമ്മൾ കുറ്റം പറഞ്ഞത്, ഈ ഡബിന് ശേഷം റീലിറക്കും. അല്ല നമുക്ക് മറ്റേ കോസ്പ്ലേന്റെ വിഷയത്തേക്ക് തിരിച്ചറിയാം. ഞാൻ ഈ അടുത്തൊരു റീൽ കണ്ടിരുന്നു. ഇംഗ്ലണ്ട് പോയിട്ട് കുറച്ച് നമ്മളെ ഹിന്ദു വിഭാഗത്തെ കുറച്ച് ഇന്ത്യക്കാര് ഓരോരെന്താ ആചാരം നടുറൂട്ട് വെച്ച് നടത്തുക സ്ട്രീറ്റ്. എന്നിട്ട് ഇവർക്ക് ഇങ്ങനെ നോക്കിക്കുക. അപ്പൊ ഇവർക്ക് ഓരെന്തോ പ്രോബ്ലം ചെയ്യണമായിരിക്കും. പക്ഷെ അവർ നാട്ടുകാർക്ക് എന്താ തോന്നുക, നമ്മളിവിടെ ബംഗാളികൾ സമരം നടത്തി അങ്ങനെ അതുപോലെയാണ് ഇവിടെ കോസ്പ്ലേ നമുക്ക് തോന്നുക. ഏതോ വിഷയം ഓണേണത് ഓക്കെ പോയത്തിലേക്ക് ഞാൻ പറഞ്ഞുതരാം. ഉദാഹരണത്തിന് ഒരു മെജോറിറ്റി ഇടയിൽ നിങ്ങൾ മൈനോറിറ്റിക്കാർക്ക് ഒരു രീതി ഉണ്ടെങ്കിൽ ആ രീതി അവിടെ പോയി കാണിച്ചാൽ മെജോറിറ്റി ആൾക്കാർ ചോദിക്കും. ഒറ്റ കാര്യം പറയട്ടെ, ഇത് നമ്മൾ ഇതിൽ ഈ ടോക്കിന് ശേഷമുള്ള ടൈം സ്റ്റാമ്പ് നമ്മൾ കൊടുക്കണാണ്, സ്കിപ്പ് ചെയ്യാം. അല്ല പറയാനുള്ള പറഞ്ഞു വെച്ചാല് ഒരു മെജോറിറ്റി പീപ്പിളിന്റെ ഇടയിൽ നിങ്ങൾ മൈനോറിറ്റിക്കാർ അവരുടേതായിട്ടൊരു സാധനം കാണിച്ചുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടേക്കും. ഉദാഹരണത്തിന് നമ്മളൊക്കെ എന്താ പറയാ, നമ്മൾ കുറച്ച് പെർഗോട്ടാണ്. സദാചാരം വെച്ചാല് ഇന്ന POV ചില സ്ഥലത്ത് സദാചാരമാണോ എന്റെ ലോജിക്കായിട്ട് കണക്ട് ആയില്ലല്ലോ. അതായത് മൈനോറിറ്റി പണ്ടത്തെ അമ്മാവനിസം നോക്കുകയാണെങ്കിൽ മെജോറിറ്റി ആൾക്കാർക്കും സദാചാരം എന്നൊരു കോമൺ സംഭവമാണ്. പക്ഷെ മൈനോറിറ്റിക്ക് എന്താ ഇഷ്ടമല്ല, അങ്ങനെ കേറി വന്നല്ല. അപ്പൊ എന്റെ ലോജിക്കടെ വർക്കാവില്ല. ഞാൻ ഈ ആചാരങ്ങള് രീതികൾ അതിനെ കുറിച്ചാണ് പറയുന്നത്. അല്ലാതെ എന്താ പറയുക, ഇതെന്താ അറിയോ, ഇതൊക്കെ ഒരു പോയിന്റ് ഓഫ് വ്യൂന്റെ ഇതാണ്. നമ്മളെന്താ വെച്ചാൽ നമ്മളിപ്പോ ഒരു പുറത്തേക്ക് ഇറങ്ങിയ വേറെ ആളെ ലുക്കിനെ നമ്മൾ ജഡ്ജ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ നമ്മൾ പുറത്തൊരു ഫോറിൻ കൺട്രിയിൽ പോവാണെങ്കിൽ നമ്മൾ എങ്ങനെ നടന്നോ അത് ആൾക്കാർ മൈൻഡ് ആക്കൂല. നിങ്ങൾ എന്തിനാ എങ്ങനെ ചെയ്യണത് ആൾക്കാരുടെ ഞാൻ പറഞ്ഞേക്കോ, ഒരു വേഷം കെട്ടി നമ്മൾ സ്ട്രീറ്റിലൂടെ നടന്നാല് ആൾക്കാർ നോക്കും. അല്ലാണ്ട് മറ്റേ നീലക്കോയിലിന്റെ ഒരു ക്യാമറയും പിടിച്ച് ബാക്കിൽ ഓടൊന്നുമില്ല. പക്ഷെ നമ്മളെ നാട് പറഞ്ഞ അങ്ങനെയല്ല. ഒരു അപരാധം കാണിച്ചാ കുറെ ആൾക്കാർ അതിനെ കുറിച്ച് അറിയുമ്പോഴാണ് നമ്മളെ കൂടെ ഇരിക്കുന്ന ഷാമില് ഈ കണ്ട എല്ലാ അപരാധങ്ങളും ഒരു കാര്യം പ്രോത്സാഹനം കൊടുക്കുന്നത്. ഒന്നാമത് സിറാജ് കണ്ണൂറിന്റെ ഫാൻസില് പകുതി വനാണ്, ഇവനും എന്റെ ഫേക്ക് അക്കൗണ്ടും. സിറാജ് കണ്ണൂർ വളർന്നു വരുന്ന ഒരു അതായത് ഓൻ പറയാൻ പോകുന്നത് ഓരോരുത്തർക്ക് ഓരോ പോയിന്റ് വ്യൂലാണ് കാണുന്നത്. അത് പറയട്ടെ, അത് ഞാൻ നിർത്തട്ടെ. നമ്മള് ജപ്പാൻ പോയി തെയ്യം കിട്ടി എങ്ങനെ ഉണ്ടാവും? പുതിയ അപ്പോൾ എന്ത് കരുതുന്നത് ആൾക്കാർ അക്കാസോക്കിന്റെ ഇതും ഒരു ഹെഡ് ബാൻഡും ആൾക്കാർ കാണൂല. അല്ലല്ല തമിഴന്മാരധികം അടിയാവില്ലേ? ജപ്പാനിൽ പോയി ദൈവം കളിച്ചാലേ അവർ രണ്ട് കൈ നീട്ടി സ്വീകരിക്കും. പക്ഷെ അവര് ന്യൂ കോസ്പ്ലേ നമ്മുടെ കൾച്ചർ അവരേക്ക് കൊണ്ടുവരുന്ന അവര് വലിയ സംഭവമായിട്ട് അത് നമ്മളിവിടെ അലിൻജോസ്പെറിന്റെ ഒക്കെ അപ്പന്റെ ലോജിക്കാണ് വെക്കുക. അവിടെ മെജോറിറ്റി ആൾക്കാർക്ക് ഇത് അക്സെപ്റ്റ് ആണ്, മനസ്സിലായില്ലേ? മെജോറിറ്റി ആൾക്കാർക്ക് ഓരോ കുറച്ച് മുമ്പോട്ടാണ്, നമ്മൾ കുറച്ച് പിറകോട്ടാണ്. അല്ല അങ്ങനെയൊന്നുമില്ല. അപ്പൊ നമ്മൾ ടോപ്പിക് എന്തിനു ശാമിൽ നമ്മൾ കുറെ മുന്നോട്ട് നമുക്ക് വേറെ ടോപ്പിക് വെക്കാം. ഞങ്ങള് മൂന്നാൾക്കാർ അനിമ കാണാൻ കൊടുത്തത്. അനിമ ഒരു മെജോറിറ്റി ടോപ്പിക് അല്ല. അല്ല അനിമ ഒന്നും നമ്മളൊരു ഇതാക്കേണ്ട ആവശ്യമില്ല. കാരണം നമ്മളെ ഫാമിലി സിനിഫൈലൊന്നും വേണ്ട.
വേറെ കുറച്ചുകൂടി ഇൻട്രസ്റ്റിംഗ് ഫുട്ബോൾ അല്ല നമ്മൾ ഇതുവരെ എന്തേലും സംസാരിച്ചു പോകുന്നീനി നമ്മളെ എംഎസ് തുടങ്ങി. അല്ല ഇപ്പൊ ഇതുവരെ ജപ്പാന് കൾച്ചർ സദാചാരക്കാരും ജപ്പാനും കളിച്ചോട് സദാചാരം ചെയ്യും. ഷാമിൽ എന്തോ ഒരു ഷാമിന്റെ പിയോയി പറയും എന്തിന് ആറാട്ടണ്ണന് അലിൻ ജോസ് പെരേരയെ കുറിച്ച്. അത് നമ്മള് അല്ല ഞാൻ പറഞ്ഞ നിക്ക് ഈ അതായത് ഞാൻ പറഞ്ഞേക്ക് ഇന്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ പറയുകയാണെങ്കിൽ അത് കംപ്ലീറ്റ് ആവരാതാണ്, പക്ഷെ ആരത് എൻജോയ് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ. അല്ല ഈ അലിൻ ജോസ് പെരേര ആറാട്ടണ്ണനും ബുദ്ധി ഉണ്ട് എന്ന് വിചാരിക്കുന്നു. ഐ തിങ്ക് ബുദ്ധി ഉണ്ട്. ഉണ്ടോ? ഈ ലാലൻ ജോസ് പെരേര ജനുവലി മണ്ടനാണ് എന്റെ ഒരു അല്ല എനിക്കും തോന്നുന്നു. പക്ഷേ അതായത് എനിക്ക് മനസ്സിലാവില്ല അല്ലേ. അല്ല ആറട്ടനെ ഇടക്കിടക്ക് ബുദ്ധിയിലായിരിക്കും ലിംസ് കളയുണ്ട്. പക്ഷെ ഇവന് ഇന്നസെന്റ്ലി മണ്ടനാണ്. അല്ലല്ല ഈ കണ്ടോ ഞാൻ അപ്പുറത്തെ ഒരു അലിൻ ജോസ് പെരേരന്റെ വീഡിയോ ഉണ്ട്. ഓ എവിടുന്നോ വരുന്ന സമയത്ത് ഏതോ നീലക്കുയിൽ ഓടിയെന്ന് ഇപ്പൊ പെട്ടെന്ന് ഫോണെടുത്ത് ചെവി വെച്ച്. കോളൊന്നുമില്ല, അത്രക്കും മണ്ടാണോ? എനിക്ക് ഡൗട്ട് ഉണ്ട്. തൊപ്പി മണ്ടനാന്ന് വിശ്വസിച്ചു. തൊപ്പി മണ്ടനല്ല എന്റെ ഒരു അഭിപ്രായത്തിൽ. തൊപ്പി സ്പീഡ് സ്പീഡ് മണ്ടനാ. സ്പീഡ് മണ്ടനായി പോയത്. അല്ലല്ല സ്പീഡ് പകുതി മണ്ടനാക്കിയാണ്. സ്പീഡ് പകുതി മണ്ടനും പകുതി പൈസക്ക് വേണ്ടി മണ്ടനായതാണ്. തൊപ്പി മണ്ടന തൊപ്പി ക്യാരക്ടർ തന്നെ. അല്ല ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ, ഈ പോഡ്കാസ്റ്റ് പുറത്തേക്ക് ഇറങ്ങിയാല് നമ്മുടെ കേരളത്തിലെ അലിൻ ജോസ് പെരേര ആറാട്ടണ്ണനായി മാറും. എനിക്ക് തോന്നുന്നില്ല അത്ര തരം എഡിറ്റിങ്ങിൽ അറിയാം. അടുത്തൊരു നല്ലൊരു ടോപ്പിക്കും കിട്ടി. മാർക്കോ ഇറങ്ങി. കണ്ടില്ലല്ലോ. അതായത് ഭയങ്കര വയലൻസ് ആണെന്നൊക്കെ പറയുന്നത്. അപ്പൊ അത്തരങ്ങൾ ഇപ്പൊ അനിമൽ നോക്കാം, മാർക്കോ നോക്കാം, ഷാമിലെ അത്തരങ്ങൾ അനിമൽ മാർക്കോ. അപ്പൊ അത്തരം പടങ്ങള് സൊസൈറ്റിയിൽ ഇറക്കുന്ന എന്നെ കുറിച്ച് അഭിപ്രായം അതെന്താ വെച്ചാല് ഒരു എല്ലാത്തിനും ഒരു ടാർഗറ്റ് ഓഡിയൻസ് ഉണ്ട്. താല്പര്യം ഉണ്ടെങ്കിൽ പോയി കാണാം. ഇപ്പൊ ഗൂഗിളിൽ സിനിമന്റെ പേരടിച്ചാല് ചെറിയ പ്ലോട്ട് ഉണ്ടാവും, IMDb ചെറിയ പ്ലോട്ട് ഉണ്ടാവും, എന്താണ് കഥ, അതിന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ടാവും, റേറ്റിംഗ് ഉണ്ടാവും. അപ്പൊ നമുക്ക് തീരുമാനിക്കാം പോയി കാണണമെന്ന്. എന്നിട്ട് കണ്ടിട്ട് നമുക്ക് അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. സോ അത് നമ്മളെ സൊസൈറ്റിനെ ഒന്നും ചെയ്യില്ല. അല്ല ഇപ്പൊ ഉദാഹരണമായിട്ട് ഇപ്പം മേ ബി അതിന് ഇൻസ്പയർ ചെയ്ത് ഒരു അടി മൊറാലിറ്റിയെ ചോദ്യം ചെയ്യുന്ന തരത്തിലുള്ള സിനിമ ആണെങ്കിലോ എന്താ അഭിപ്രായം? അതോ സിനിമയായിട്ട് കാണണം. ചില ആൾക്കാരുണ്ട് ഈ ടാർഗറ്റ് ഓഡിയൻസിൽ ഏത് കൊടുത്തിനും വല്ല പകർത്താൻ പറ്റൂല. ഒരാളുണ്ട് ബാഹുബലി കണ്ടിട്ട് ബാഹുബലി പറഞ്ഞ് ഏതോ കാരണം വരെ പോയി ചാടി. അങ്ങനൊന്നും സിനിമ കാണാൻ നിൽക്കരുത്. അതാ ഒരു കാണാൻ കണ്ടായിട്ട് സ്വയം ചങ്ങലേക്ക് ഇടുക, അങ്ങനത്തെ ചെയ്യണം. കാരണം സിനിമ കണ്ടു അത് സിനിമ ആയിട്ട് തന്നെ കാണാം. പ്രത്യേകിച്ച് ഇന്ത്യൻ ഓഡിയൻസിലേക്ക് എടുത്തു നോക്കാൻ ഇപ്പൊ തമിഴ്നാട്ടിലൊക്കെ അവിടെ വിജയിക്കുള്ള സ്റ്റാർഡം, വിജയിനെ അവരെന്ത് ചെയ്യാ ഒരു ആക്ടറായിട്ടല്ല കാണുന്നത്, മനുഷ്യന് ഒരു ദൈവം പോലെ. അതുകൊണ്ടല്ലേ ഇപ്പം പൊളിറ്റിക്സിലേക്ക് ഇറങ്ങി അത്രയും ഫാൻ ബേസ്. അപ്പോൾ ഒരിക്കലും ഇന്ത്യൻ സിനിമ ഇൻഡസ്ട്രിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫാൻസാർ വെറും സിനിമ ആയിട്ടല്ല കാണുന്നത്, അവരെ ലൈഫായിട്ടാണ്. അപ്പൊ അതല്ലേ അവിടുത്തെ എഡ്യൂക്കേഷന്റെ കുറവാണ്. അതിലേക്ക് പോകാൻ കുറെ ടോപ്പിക് ഉണ്ട്, അത് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മൾ ഇൻഫ്ലുവൻസ് എന്തായാലും ചെയ്യും. ഞാൻ പറഞ്ഞത് അനിമൽ പോലത്തെ സിനിമ ഇന്ത്യയിൽ ഇറങ്ങുന്നത് ഇൻഫ്ലുവൻസ് ചെയ്യും. ഇൻഫ്ലുവൻസ് എന്ന് വെച്ചാല് ഓൾക്ക് ചില ഐഡിയാസ് ഒക്കെ സിനിമ കിട്ടിയെന്ന് ദൃശ്യത്തിന് ഏതോന്ന് കിട്ടിയ പറഞ്ഞാണ്, അങ്ങനെ കിട്ടിയെന്ന് വരാം. പക്ഷെ ഒരു സിനിമ ആണിട്ട് നിങ്ങളായിട്ട് നായകനാണ് ഒരിക്കലും കരുതരുത്. ഇപ്പൊ ഞങ്ങളെ കൊടുത്ത് ഒരുത്തണോ സ്പൈഡർമാൻ ഇട്ടോ, സ്പൈഡർമാനോ എന്റെ ഗേൾ ഫ്രണ്ട് ഗന്നെ ചിക്കാണ്. അതാരാ നിങ്ങൾ പറയില്ല, അത് പറഞ്ഞു ഒരിക്കലും നിങ്ങൾ ഡെലൂഷനിലാവരുത്, ഒരിക്കലും ജീവിക്കരുത് റിയാലിറ്റിക്ക്. ഞാനൊരു കാര്യം പറയാം, പക്ഷെ സൈക്കോളജിക്കലി സിനിമ നമ്മളെ ഇൻഫ്ലുവൻസ് ഉണ്ട്. എത്ര ചെയ്യില്ല എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അതായത് ഇപ്പൊ പറയുകയാണെങ്കിലേ ഇപ്പൊ സ്മോക്കിംഗ് പറഞ്ഞ കാര്യം അതൊരു മാസ് അല്ലെങ്കിൽ ഒരു മസ്കുലിൻ, നമ്മള് സ്മോക്കിംഗ് തെറ്റാണ് പറഞ്ഞാൽ പോലും നമ്മളൊരു സിനിമയിൽ സ്മോക്കിംഗ് സീൻ കാണുമ്പോൾ അല്ലെങ്കിൽ കള്ളു കുടിക്കുമ്പോൾ പ്രത്യേകിച്ച് ഒരു നായക ഒരു മാസന്റെ അടുത്തുമ്പോൾ ചുണ്ടിലൊരു സിഗരറ്റ് ഉണ്ടെങ്കിൽ അതൊരു മാസിന്റെ ഒരു ഇത് കൂട്ടും, റൊമാൻറ്റിഫിക്കേഷൻ കൂട്ടും. അപ്പൊ ആൾക്കാർ വിചാരിച്ചു ഓ അതാണ് മാസ്. അപ്പൊ നമ്മള് ഒന്ന് ചിന്തിക്കും, ഒരു സിഗരറ്റൊക്കെ എങ്ങനെയാണ് നമ്മള് സിഗരറ്റ് വലിച്ച് നടന്നു വരുമ്പോൾ ഉണ്ടാകണമെന്ന് നമ്മളൊന്ന് മനസ്സിൽ ചിന്തിക്കും. അപ്പൊ അതിലൊരു മാസം കണ്ടെത്തി ചിലപ്പോൾ അങ്ങനെ അതിലേക്ക് പോകാൻ സാധ്യത ഉണ്ട്. അപ്പൊ ഈ ഏറ്റവും കൂടുതൽ ഇൻഫ്ലുവൻസ് ആണ് കുട്ടികളാണ്. ഈ കുട്ടികളെ ചില ഏജിലുള്ള കുട്ടികളെ ഇത് വളർന്നു വരുമ്പോൾ കണ്ണൊക്കെ പെട്ടെന്ന് അനുകരിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ അതിൽ പെട്ടെന്ന് കുട്ടികളാണ്. ഞാനൊരു രാംചരൺ അല്ലർജി ഉള്ള ഒരു ബയ്യാറ് മൂവി ഉണ്ട്, അതിൽ രാംചരൺ ഒരു മാസ ഡയലോഗ് ഉണ്ട്. എതിരാൾ എത്ര ശക്തനായാലും മലയാള ഡയലോഗ് ഒക്കെ ഞാൻ നിങ്ങളുടെ ഭാഗത്താക്കി നിങ്ങളെ ജയിക്കുള്ളൂ പറഞ്ഞു. ഓക്കെ, അപ്പൊ പിറ്റേന്ന് എന്നെക്കാളും 4-5 മടങ്ങ് വലിപ്പുള്ള ഒരുത്തരെ കണ്ട് ഓൺ ഒരു കാര്യമില്ലാതെ എന്റെ കൂട്ടുകാരനെ തല്ലി. ഞാൻ എന്റെ ഭാഗത്താണല്ലോ, എനിക്ക് ജയിക്കാലോ, പോയി
നല്ല വൃത്തി കടിട്ടി ഏട്ട കിട്ടി മോന്തക്ക് 2 അപ്പൊ എന്തേലും സംഭവിച്ചത് കരഞ്ഞിട്ടൊന്നുമില്ലല്ലോ കൂടെ ആരും ചതിച്ചിട്ട് പോലെ അല്ല വീട്ടിൽ പോയിട്ട് എന്താ പറയൂല ചിലപ്പോ കറിഞ്ഞിട്ടുണ്ടാവും. അത് സംഭവം എന്ന് വെച്ചാ തല്ല് ഒരുത്തനെ അതിലുള്ള വാപ്പനെയും കൊണ്ട് വന്ന സ്ഥലം അതിനോട് പറഞ്ഞു പക്ഷെ പോയില്ലല്ലോ അല്ല അതിനെ ന്യായ സലാഹിന്റെ ഭാഗത്തായോണ്ടേ പിന്നെ ഒന്നും അതോടെ നിർത്തിയോ? അല്ല അതിനുശേഷം അല്ലറ ചില്ലറ കൈപ്പാട് കാട്ടീനി. എന്നാലും വലിയ അനാവശ്യമായിട്ട് തല്ലുണ്ടാക്കരുത്. ഈ പച്ചന്റെ കുറെ ആൾക്കാരുണ്ട് ഞങ്ങൾ തെറിനെ വിളിച്ചണം വെച്ചാല് ഇവർ തല്ലിടും ഇങ്ങോട്ട് റീലാവും. +1 +2 മക്കള് എന്റെ പൊന്നു മക്കളെ നിങ്ങൾ മാത്രമാണ് നിങ്ങൾ വലിയ മാസം അയച്ചോ ബാക്കിയുള്ള എല്ലാവരും അല്ലല്ല അതായത് കാര്യമുണ്ട്. അതായത് ഈ വെച്ചാല് ചിലർക്കുണ്ട് ഈ സീനിയേഴ്സ് ജൂനിയേഴ്സിനെ തല്ല ഇങ്ങോട്ട് ഓല ചോദിച്ചാൽ എന്തോ മാസം അല്ല ഇതെന്നെ ഒരിക്കലും എൻ്റെ +2 സമയത്ത് +1 ആരും ഒരു പുച്ഛത്തോടെ കണ്ടിട്ടേ ഇല്ല. അല്ല ഒരു ഫ്രണ്ട്ലി ആയിട്ടായിരുന്നു. അല്ല അങ്ങനെയല്ല വെച്ചാല് നമുക്ക് ഞാൻ പുച്ഛത്തോടെ കണ്ടിട്ട് പോകില്ല. ഞാൻ ഓരോ കാര്യത്തിൽ ഇടപെട്ടിട്ടുമില്ല. ഞാൻ സീനിയറുള്ള ധാരണ അധികം വർത്താനം പറയാൻ നിന്നിട്ടുമില്ല. പക്ഷെ നമുക്ക് ധാരണ നമ്മൾ കുറച്ച് മൂത്താണ് ഓലക്കാൾ കുറച്ചുകൂടെ അന്ന് നമുക്ക് ഉണ്ടാവും. അങ്ങനെ ധാരണ ഉണ്ട്. ഡിഗ്രി ഞാൻ പറയട്ടെ ഞാൻ എന്റെ കൂടത്തെ കുറച്ച് ആൾക്കാർ ഇപ്പൊ ജൂനിയേഴ്സിനെ ഓരോ ഞങ്ങളെ സീനിയർ അങ്ങനെ ആക്കിയാൽ കൂടെ ഞങ്ങൾ ജൂനിയർ ആക്കും. അങ്ങനത്തെ ഒരു ധാരണ ഉണ്ട്. ചുമ്മാ വെച്ചാട്ട് ഇപ്പൊ എന്റെ ക്ലാസ് ഒരു ചെക്കന് ഒരു കുട്ടിയുണ്ട്. ഓളെ വിളിച്ച് ഓളെ ആദ്യമായിട്ട് കാണാൻ ഇങ്ങോട്ട് പരിചയപ്പെട്ടായിരുന്നു. ഇവക്ക് ഒരു താല്പര്യവും ഇല്ല. കാരണം ഇവള് നിർമ്മിച്ച് ഇവളിങ്ങ് ഫോമേ കളിച്ച. കാരണം മൂത്തോക്കില്ല തിരിഞ്ഞിങ്ങ ഫോമേ കളിച്ച. അപ്പൊ ഇവ ഇങ്ങോട്ട് ഇരിക്കാറ് ഇവള് ഇരിക്കുന്നില്ല. ഒന്നും കൂടി ഇരിക്കുന്നില്ല. 3 ടബാറ് 4ാമത്തെ ടബാറ് കൂടുതൽ ചെയ്യാൻ അവിടെ ഇരുന്നെടുത്ത് ആ തീറ്റ എങ്ങനെയെങ്കിലും അറിയണല്ലോ. കാരണം വെച്ചാൽ ഇവർക്കും അടങ്ങറാണ് നമ്മളെ വിലയും പോവും. എന്തിനാ വെറുതെ ആക്കണേ? അതായത് ഇതെന്താരോ ഇത് ഇപ്പൊരു കുന്തെടുപ്പ് നമുക്ക് തോന്നും. പിന്നെ അതൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് അപരാധമായിട്ട് തോന്നും. എന്തിനാ തല്ലിയത്? തല്ലിനൊന്നും ഒരു കാരണം ഉണ്ടാവില്ല. പ്രത്യേകിച്ച് സ്കൂളിലെ തല്ലാണെങ്കിൽ ഒരു കാരണം ഉണ്ടാവില്ല. പൊട്ടും എല്ലാം കൂടി കയറി തല്ലും. അല്ല അപ്പൊ നിന്റെ കോളേജിൽ ഒരു അടി ഉണ്ടായിരുന്നില്ല പോലീസ്? അത് വെച്ചാല് അത് പറഞ്ഞ അത് അല്ലല്ല അതെന്താ എന്നുവെച്ചാല് ഓണപ്പരിപാടി ഉണ്ടെന്ന് മാനേജ്മെന്റ് പറഞ്ഞേ. പക്ഷെ ഓണപ്പരിപാടിന്റെ പിറ്റേന്ന് ഞങ്ങൾ ഓണപ്പരിപാടി ക്യാൻസൽ ആക്കിയെന്ന് പോലും പറഞ്ഞു. സോ അന്ന് വലിയ പ്രൊട്ടസ്റ്റ് അടുത്ത് ഗേറ്റ് പൂട്ടിയോണ്ട് വലിയ യോജിക്കില്ല. കാരണം ഓരോ എല്ലാ കുട്ടികളും അവിടെ തടഞ്ഞു വെച്ചാണ്. അതുപോലെ 10 മിസ്റ്റേക്ക് ഉണ്ട് ഞാൻ പറയും. കാരണം അവർ തടഞ്ഞേക്കെങ്കിൽ പ്രിൻസിപ്പളും മാനേജ്മെന്റ് തടഞ്ഞേക്കേണ്ടിയിരുന്നു. സോ പ്രിൻസിപ്പൾ പോലീസിനെ വിളിച്ചാൽ ഒന്ന് ആലോചിച്ച് നോക്കുക. സ്വന്തം കോളേജ് മൂപ്പര് ഒരു തീരുമാനം ഉണ്ടാക്കാൻ മൂപ്പര് നേരെ പോയി പോലീസിനെ ആശ്രയിച്ച്. കാരണം ഇവർ ജസ്റ്റ് അവിടെ ഗേറ്റിന് മുമ്പ് ഇരുന്നിട്ടേ ഉള്ളൂ. അങ്ങനെ പോലീസ് വന്ന് പിന്നെ ചെറിയ അല്ലറച്ചില്ല വർത്താനായി. പിന്നെ പോലീസിന് ഞങ്ങൾ തടഞ്ഞ പോലീസ് ചെറുങ്ങനെ തല്ലി. ഞാൻ ഇങ്ങനത്തെ നമ്മള് എക്സ്പീരിയൻസ് ഒന്നും പഠിച്ചല്ലോ. ഇല്ലല്ല ഞാൻ മൊത്തം എന്താ പറയാ കണ്ടെന്ന് 2-3 ഗോ ബാക്ക് പോലീസും പറഞ്ഞ് ആടെന്ന് അവിടെ പോയി ഗേറ്റിന് മുമ്പ് ഇരുന്ന് തല്ലാകാൻ ഞാൻ നീല. കാരണം അവിടെ തല്ലാൻ കുറെ ആൾക്കാരുണ്ട്. ഇനി സേഫ് കളി ഇവിടെ മൊത്തത്തിൽ ആൾക്കാർ വരുന്നുണ്ട്. ഇപ്പം ഇന്ന സ്ഥാനത്ത് വരാമെങ്കിൽ എപ്പോഴേ ആ ഗേറ്റും ചാടി പോയിനി. ഞങ്ങൾക്കും ബുദ്ധിയുണ്ട്. ഞങ്ങൾക്ക് അതിന്റെ ആവശ്യമില്ല. ഷാമിലെ ഞങ്ങൾക്ക് LP UP പഠിച്ചുമ്പോ ഏതൊരുത്ത 3 കല്ലിയില്ലോ? ഇല്ലല്ല എനിക്ക് ഓർമ്മ ഉണ്ടാവില്ല. മറന്നോ ബുദ്ധിപരമായി മറന്നോണോ? അതാണ് ഐഡിയ. അല്ല നമ്മള് അതൊക്കെ ഒരു കൊന്തിരിപ്പ്. നമ്മള് മെച്യൂരിറ്റി വരുമ്പോ എന്ത് ചെയ്യും അതൊക്കെ മനസ്സിലായി. അതൊക്കെ ഒരു അതല്ലേ ഒരു കാലമായിട്ട് കൊന്തിൽപ്പാൻ തോന്നിയില്ലെങ്കിൽ ആണ് പ്രശ്നം. ഇപ്പൊ ഞാൻ പറയും, ഇപ്പൊ നമ്മുടെ കൂട്ടത്തില് സലാഹിന്റെ ക്യാരക്ടർ മാറ്റില്ല. ഇപ്പൊ ഉദാഹരണം പണ്ട് ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും, സൈക്കിളിൽ പോകുമല്ലോ. അപ്പോൾ പോകുന്ന സമയത്ത് എന്ത് ബ്രേക്കില്ലാത്ത സൈക്കിളിലായിരുന്നു ഞാൻ അങ്ങനെ പോകുന്നത്. അപ്പോൾ എന്നെ ഇറക്കിറങ്ങുന്ന സമയത്ത് എന്ത് ഇതിന്റെ പിറകിൽ സലാഹ് പറഞ്ഞ് ഇറക്കിറങ്ങാൻ പറഞ്ഞു. ഇപ്പൊ ഞാൻ പറഞ്ഞു ഇറങ്ങേണ്ട ആവശ്യമില്ല, സൈക്കിളിന് ബ്രേക്കില്ല എന്ന് പറഞ്ഞു. അപ്പോൾ സലാഹ് പറഞ്ഞു എന്തായാലും നമ്മൾ ഒരു ദിവസം എന്തായാലും മരിക്കല്ലോ, എന്നാണെങ്കിൽ ഇന്ന് മരിക്കും, അതുകൊണ്ട് ബ്രേക്കില്ല കുഴപ്പമില്ല, മരിച്ചാൽ മാത്രം മരിച്ചു. ആ ഒരു ഐഡിയോളജിയിലേക്ക് പടം കണ്ടിട്ട് ഇറങ്ങിയതുണ്ട്. ഉച്ചക്കൊരു പടം കണ്ട് ഇറങ്ങിയതായിരിക്കും. ഈ ഒരു സംസാരം പിന്നെ സലാഹിന്റെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ
ഞങ്ങൾ ഈ ഒരു ഗ്യാങ്ങിന് ഒരു ഇൻട്രോവേർട്ട് ഗ്യാങ് എന്നൊക്കെ പറയും. അതാകെ 4 ആൾക്കാരേ ഉള്ളൂ ഫ്രണ്ട് സർക്കിളിൽ. അതിൽ സെല എപ്പോഴും നമ്മളെയാണ് കമ്പയർ ചെയ്യുക. അതായത് ഇനി ഷാമിനെ കമ്പയർ ചെയ്തിട്ടാണ്. ഇപ്പോൾ കുളത്ത് പോകണമെങ്കിലും ഹീസ് ദ ബെസ്റ്റ് സിംഗർ, പാട്ട് പാടുകയാണെങ്കിൽ ഹീസ് ദ ബെസ്റ്റ് സിംഗർ, ഡാൻസ് കളിക്കുകയാണെങ്കിൽ ഹീസ് ദ ബെസ്റ്റ് ഡാൻസർ. ഞാൻ ഇന്നെ വേറൊരു ആവറേജാണ് കണക്കാക്കണം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവില്ല ആവറേജിന് താഴെയാണ്. അല്ല അപ്പോൾ സെല ജി കമ്പയർ ചെയ്യുമ്പോൾ ഞങ്ങളെ വെച്ച് മാത്രം എന്തുകൊണ്ടാണ് കമ്പയർ ചെയ്യുന്നത്? ഞാൻ ഈ സ്പോർട്സുമായി ബന്ധപ്പെടുത്തി ഞാൻ ഇവരായിട്ട് ഇവര് കാണുന്നുള്ളൂ. ഞാൻ ഈ കോളേജ് മത്സരത്തിന് സ്പോർട്സ് കോർട്ട് എന്നുള്ള ആൾക്കാരുടെ കോളേജ് മത്സരത്തിൽ പങ്കെടുത്തുവാനാ. കാരണം എനിക്ക് എല്ലായിടത്തും മത്സരിക്കണം എന്ന് ആഗ്രഹമുണ്ട്. ആ ഒരു കോമ്പറ്റീറ്റീവ് പ്രസംഗത്തിൽ മത്സരിക്കും അല്ല, എനിക്ക് സ്പോർട്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇൻട്രസ്റ്റ്. പ്രസംഗം ഒന്നും വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ബുദ്ധി നമ്മള് MSൽ തുടങ്ങി സ്പോർട്സിൽ അവസാനിപ്പിക്കുകയാണ്. MSന്റെ അഭിപ്രായം അത് ഇപ്പൊ ഇനി എന്താ പറയാ, ചോർത്തി എന്നുള്ളത് തെളിഞ്ഞെന്ന് പറയാൻ പറ്റൂല. ക്രൈം ബ്രാഞ്ച് അവകാശപ്പെടുന്നുണ്ട് അല്ലേ? ക്രൈം ബ്രാഞ്ചിന് അങ്ങനെ തോന്നിയിട്ടുണ്ടാവും. ഇതില് വേറെ സൈലം ചുവട്ടൊക്കെ ഇടപെട്ട് ഓരോ മാഫിയ കളി കളിച്ചു നമുക്ക് അങ്ങനെ ഒരു. പക്ഷെ അങ്ങനെ മാഫിയ കളിച്ചിട്ടുണ്ടെങ്കിൽ ഓരോ ഈക്വൽ ആയിട്ട് എടുക്കൂലേ? അതല്ലേ ഞാൻ പറഞ്ഞത്, പോലീസിനെ കൂടുതൽ ഇൻഫ്ലുവൻസ് ചെയ്യിപ്പിച്ചത് കോൺട്രവേഴ്സി ആക്കി. അല്ല, MS-ന് വേറെ സംഭവമുണ്ട്. സലാഹ് അറിഞ്ഞൂടെ അറിയില്ല. അതായത് ഒരു അധ്യാപകൻ പറഞ്ഞു MS-ന്റെ ക്ലാസ് മാത്രം കേട്ടിട്ട് വീട്ടിൽ കയറി കത്തിക്കുന്നൊക്കെ. അതൊക്കെ അങ്ങനെ പറയാൻ പാടില്ല. ഇതിൽ ഏറ്റവും വലിയ ഇത് മൂവിന്റെ ഇൻഫ്ലുവൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഇതിൽ കമന്റ് എടുത്ത് നോക്കിയാൽ മനസ്സിലാവും. സൈലത്തിനാണെങ്കിൽ MS സൊല്യൂഷനാണ് ചെറിയ കുട്ടികൾ 10ലും +1 പഠിക്കുന്ന കമന്റ് ഇടുകയാണ്. MS-നെ സപ്പോർട്ട് ചെയ്തിട്ട് ചിലപ്പോൾ ആരെങ്കിലും MS-ന് കുറ്റം പറഞ്ഞ പോലെ തെറി പറഞ്ഞ. അപ്പൊ കുട്ടികൾ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ആണ്. ഒരു ആർമി പോലെയാണ് സൈലം ആർമി. ചില കുട്ടികളെ അടിച്ചെന്നാക്കണല്ല. ഇതായത് ഇപ്പൊ കമന്റിൽ നോക്കുകയാണെങ്കിൽ കുട്ടികൾ തന്നെ ഓരോ സ്റ്റാറ്റസ് വീഡിയോ ഇടും. ഇപ്പം ലൈവിൽ വരുമ്പോ കുറെ പൊട്ടത്തരങ്ങൾ കാണിക്കും. ചില റീലുണ്ട് സ്കൂളിൽ പഠിക്കുന്ന മാഷ്മാരെ താത്തിയിട്ട് മറ്റവരെ അങ്ങോട്ട് കയറ്റും. അതിന് മാത്രല്ല ഷാമിലെ, ഇപ്പൊ മാഷ്മാര് ഡബിൾ മീനിങ് ജോക്ക് അടിച്ചാല് അല്ലെങ്കിൽ എന്ത് ചെയ്യാ വേറെ എന്തെങ്കിലും കോമാളിത്തരം കാണിച്ചാൽ അതൊക്കെ സ്റ്റാറ്റസ് ആക്കിയിട്ട് ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ കുട്ടികളെ വെച്ച് പ്രൊമോട്ട് ചെയ്യുന്ന രീതിയുണ്ട്. കുട്ടികളോട് എന്തായാലും ടോപ്പിക് ഒരാളെയും അന്തായിട്ട് ഐഡലൈസ് ചെയ്യരുത്. ഒരാളെയും എത്ര വലിയവനാട്ടോ ആരും അന്തായിട്ട് ഐഡലൈസ് ചെയ്തിരുന്നു. ഞാൻ പണ്ട് വലിയ മെസ്സി ഫാനാണ്. പിന്നെ ഒരു കാര്യം പറയാനുള്ളൂ, ഇത് നിങ്ങളുടെ അഭിപ്രായം പറയണം. ഇതിൽ കുറെ ട്രിം ചെയ്തു പോകും. പിന്നെ ഇതിൽ ബെസ്റ്റ് ഹോസ്റ്റ് ആരാണെന്നും ഉണ്ടോ വേസ്റ്റ് ഹോസ്റ്റ് ആരാണ് അത് മാത്രം പറയാൻ. കോഡ് കൊടുക്കണ്ടേ? കോഡ് കൊടുക്കണം. കാർത്തിശ്വരനൊക്കെ വേണ്ടിയിട്ട് അതേമാതിരി ഓപ്പിച്ചോട്ടോ. അത് അങ്ങ് കോട്ടില്ല. ഇതിപ്പോ റെക്കോർഡ് ചെയ്തപ്പോ 45 മിനിറ്റ് ഉണ്ട്. ട്രിം ചെയ്ത് എത്ര ആവുമെന്ന് ഞങ്ങൾക്ക് അറിയില്ല. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഗുഡ് ബൈ.